ഹരേ കൃഷ്ണ. സ്തുതികളിൽ അടുത്തത് കബന്ധസ്തുതി. യൗവനദർപ്പിതനായ ധനു എന്ന ഗന്ധർവൻ അഷ്ടാവക്രമുനിയുടെ ശാപത്താൽ രാക്ഷസനായി തീരുകയും ഈ രാക്ഷസൻ ഇന്ദ്രനുമായുള്ള യുദ്ധത്തിൽ വികൃത രൂപത്തിലായി തീരുകയും ചെയ്തു. ശ്രീരാമലക്ഷ്മണന്മാർ സീതാദേവിയെ തിരക്കി വനത്തിലൂടെ സഞ്ചരിക്കുകയും ഈ വികൃത രൂപത്തെ കാണുകയും അതിൻ്റെ 1 യോജന നീളമുള്ള കൈകൾ മുറിക്കുകയും ചെയ്യുന്നു. ഉടനെ ശാപമുക്തനായ അവൻ ഭഗവാനെ സ്തുതിക്കുന്നു. കേവലം മനുഷ്യാകാരമുള്ള ഭഗവാനെ അല്ല സ്തുതിച്ചത്, ആ വിരാട് സ്വരൂപത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവൻ സ്തുതിക്കുന്നത്. സ്തുതിയിൽ സംപ്രീതനായ ഭഗവാൻ യോഗികൾക്ക് മാത്രം പ്രാപിക്കാൻ കഴിയുന്ന ശാശ്വതമായ തൻ്റെ ഉത്കൃഷ്ട സ്ഥാനത്തെ പ്രാപിക്കാൻ അരുളി ചെയ്തു. മാത്രമല്ല, വേദസാരമായ ഈ സ്തുതി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി എന്നും കീർത്തിക്കുന്നവർക്ക് അജ്ഞാനമാകുന്ന സംസാരബന്ധങ്ങളെ ഉപേക്ഷിച്ച് ശാശ്വതനായ ഭഗവാനെ പ്രാപിച്ച് മുക്തി ലഭിക്കുമെന്നും ഭഗവാൻ അനുഗ്രഹിക്കുന്നു. നമുക്ക് കേൾക്കാം കബന്ധസ്തുതി. നിൻ തിരുവടിയുടെ തത്വമിതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിൻ തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതം അന്ധത്വം കൊണ്ടെന്തൊരു മഹാമോഹം, അന്തവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്നാനന്ദമുദിക്കണം, ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയുമരുളണം. അവ്യക്തമതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ദ്യുഗ്രൂപമേകം മന്യത് സകലം ദൃശ്യം ജഡം, ദുർഗ്രാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസവ്യതിരിക്തം. മങ്ങിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം, ബുദ്ധ്യാത്മഭാസങ്ങൾക്കുള്ളൈക്യമായതു ജീവൻ. ബുദ്ധ്യാദിസാക്ഷിഭൂതം ബ്രഹ്മമെന്നതു നൂനം. നിർവികാരബ്രഹ്മണി നിഖിലാത്മനി നിത്യേ, നിർവിഷയാഖ്യേ ലോകമജ്ഞാനമോഹവശാൽ. ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം, ഹൈരണ്യമതു വിരാട് പുരുഷനതിസ്ഥൂലം. ഭാവനാ വിഷയമായൊന്നതു യോഗീന്ദ്രാണാം, കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്തത്വാദ്യാവൃതസ്ഥൂലദേഹേ. ബ്രഹ്മാണ്ഡകോശേ വിരാട് പുരുഷേ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14 തുങ്കനാം വിരാട് പുമാനാകിയ ഭവാൻ തന്നംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാഷ്ണികൾ മഹാതലം, നാഥ തേ ഗുൽഫം രസാതലവും തലാതലം. ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ, ഊരുകാണ്ഡങ്ങൾ തവ വിതലമതലവും. ജഘനം മഹീതലം നാഭിതേ നഭസ്ഥലം, രഘുനാഥോര സ്ഥലമായതു സുരലോകം. കണ്ഠദേശം തേ മഹർലോകമെന്നറിയണം, തുണ്ടമായതു ജനലോകമെന്നതു നൂനം. ശംഖദേശം തേ തപോലോകമങ്ങതിന്മീതെ,
പങ്കജയോനിവാസമാകിയ സത്യലോകം ഉത്തമാംഗം തേ പുരുഷോത്തമ ജഗത്പ്രഭോ സത്താമാതൃക മേഘജാലങ്ങൾ കേശങ്ങളും ശക്രാദിലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും വക്രമായതു വന്യനേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ നക്ഷത്രപംക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ ഹാസമായതു മോഹകാരിണി മഹാമായ വാസനാസൃഷ്ടിസ്തവാപാംഗമോക്ഷണമല്ലോ ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷനിമേഷങ്ങൾ ദിനരാത്രങ്ങളല്ലോ സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ നദികളെല്ലാം തവ നാഡികളാകുന്നതും പൃഥ്വീധരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും തൃക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവരേതസ്സെന്നറിയണം പുഷ്ടമാം മഹീപതേ കേവലജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമിദൃക്രൂപം ചിന്തിച്ചു വണങ്ങുന്നേ ഇക്കാലമിതിൽ കാളും മുഖ്യമായിരിപ്പോന്നിരിക്കാണാകിയ രൂപമെപ്പോഴും തോന്നിയിടണം താപസവേഷം ധരാവല്ലഭം ശാന്താകാരം ചാപേഷുകരം ജടാവത്കലവിഭൂഷണം കാനനെ വിപിന്വന്തം ജാനകിം സലക്ഷ്മണം മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം മാനസേ വസിപ്പതിനായം ചിന്തിക്കുന്നേൻ ഭാനുവംശോദ്ഭൂതനാം ഭഗവൻ നമോ നമഃ സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ സർവനവ്യയൻ പരമേശ്വരിയോടും കൂടി നിൻ തിരുവടിയെയും ധ്യാനിച്ചു കൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരകബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം പരമാത്മാവു പരബ്രഹ്മം നിൻ തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ മൂഢന്മാർ ഭവത്തത്വമെങ്ങനെയറിയുന്നു മൂടിപ്പോകയാൽ മഹാമായാമോഹാന്ധകാരേ രാമഭദ്രായ പരമാത്മനേ നമോ നമഃ രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമഃ പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ പാഹി സൗമിത്രിസേവ്യ പാഹി മാം ദയാനിധേ നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക അംബുജവിലോചന സന്തതം നമസ്കാരം നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക അംബുജവിലോചന സന്തതം നമസ്കാരം അംബുജവിലോചന സന്തതം നമസ്കാരം